അപ്പോൾ ഏത് തരത്തിലുള്ള അമിതമായിട്ടുള്ള ചിന്തയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളെ കൊണ്ട് അമിതമായിട്ട് ഈ ചിന്തിപ്പിക്കുന്നത്. ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കാനുള്ള, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതിനുള്ള ഒരു ഊർജം തരുന്നത് ഈ ഉപബോധ മനസ്സിലുള്ള ഈ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപബോധ മനസ്സിലുള്ള ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ നമുക്കൊരിക്കലും ഈ അമിത ചിന്തയെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമിത ചിന്തയ്ക്ക് കാരണം ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അമിത ചിന്തയ്ക്ക് കാരണം. അപ്പോൾ ഇതിനകത്ത് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. രണ്ട്, ആ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ഡീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ടുള്ളത്? സൗഹൃദമാണോ, അതല്ലെങ്കിൽ പ്രണയമാണോ, അതല്ലെങ്കിൽ പങ്കാളിയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണറാണോ? ഏതാണെങ്കിലും അതേക്കുറിച്ചും നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. ഇപ്പോൾ പ്രണയമാണെങ്കിൽ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്, സൗഹൃദമാണെങ്കിൽ സൗഹൃദത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. ഇതും ഈ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും മാറ്റം വരുത്തിയെങ്കിലേ ഈ അമിത ചിന്തയ്ക്ക് ഇവിടെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അമിത ചിന്ത ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ്? ഇപ്പോൾ പ്രണയിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് രണ്ട് കൂട്ടരും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതും കാണിക്കുന്നതും. അപ്പോൾ ഇവിടെ അമിത ചിന്തയ്ക്ക് കാരണം എന്താ? എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റം വരുത്തണം, ആ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാൾ പ്രധാനമാണ് ആ വ്യക്തിയായിട്ട് നമ്മൾ ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ തരത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഉദാഹരണത്തിന്, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു ബന്ധമാണ് ഒരു വ്യക്തിയായിട്ട് നമുക്കുള്ളതെങ്കിൽ അതാണ് അതുകൊണ്ടാണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതാണ് നമുക്ക് അമിത ചിന്തയ്ക്ക് കാരണം. അതല്ലെങ്കിൽ പ്രണയമാണ്, അപ്പോൾ പ്രണയമാണ് അവിടുത്തെ ആ ഒരു കണക്ഷൻ. പ്രണയത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് കുറേ നാളത്തേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ സൗഹൃദമാണെങ്കിൽ സൗഹൃദത്തിനോട് നമുക്കൊരു മനോഭാവമുണ്ട്, അത് കുറേ നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം, നമുക്ക് അനുകൂലമാക്കണം.